ഹായ് ബിലവേർഡ്സ്. എൻ്റെ കൂടെ ഹൈസ്കൂളിലും പിന്നെ കോളേജിലും ഒന്നിച്ച് പഠിച്ച എൻ്റെ ഉറ്റ സുഹൃത്ത് രാജേഷിൻ്റെ പുതിയ വീടിൻ്റെ പാലുകാച്ചലിന് വടിയായി പറഞ്ഞാൽ ഗൃഹപ്രവേശ ചടങ്ങിൽ കൊള്ളുവാൻ പോവുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ദൂരത്താണ് രാജേഷിൻ്റെ പുതിയ വീട്. സ്ഥലം പറഞ്ഞാൽ 10-ാം മൈല്. പക്ഷെ ഞങ്ങൾ ഈ 10-ാം മൈലും കടന്ന് 10-ാം മൈലും താണ്ടി കോലഞ്ചേരി വരെ പോയി ഒരു ഗിഫ്റ്റ് വാങ്ങാൻ. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മോളാച്ചി വണ്ടിക്കകത്തിരുന്ന് തന്നെ ആ ഗിഫ്റ്റ് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തു. ഞങ്ങളൊരു 12:30 ആയപ്പോൾ രാജേഷിൻ്റെ സ്ഥലത്തെത്തി കേട്ടോ. നല്ല വിശാലമായ ഏരിയ. ഇനിയും കുറേ വീടുകൾ വരാനുണ്ടെന്നാണ് അറിഞ്ഞത്. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ രാജേഷിന് സന്തോഷമായി. ഇതൊരു വില്ല പ്രൊജക്റ്റ് ഏരിയ ആണെന്നാണ് രാജേഷ് പറഞ്ഞത്. അപ്പോൾ വീടൊക്കെ ചുറ്റി നടന്ന് കണ്ട് ഇഷ്ടമായി. രാജേഷിന് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ രാജേഷിനോട് പറഞ്ഞു, കൂടെ പഠിച്ച 8-10 പേര് വന്നിട്ടുണ്ട്, അവരോട് ഓൾറെഡി ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി. എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരി സിജി പറഞ്ഞു അവരെയൊക്കെ ചേർത്ത് വീഡിയോ പിടിച്ചോളാൻ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ക്യാമറ എടുത്ത് അങ്ങ് വീശി. പിന്നെ അവരോടൊത്ത് ഗതകാല സ്മരണകളും കൂടെ അപ്പവും സ്റ്റൂവും ചോറും കറിയൊക്കെ അയവിറക്കി. പിന്നെ അപ്പം അവരോട് ചെറിയൊരു ഭീഷണി, ഇനി ഇതുപോലുള്ള ചടങ്ങിനൊക്കെ വിളിച്ചാൽ വന്നില്ലെങ്കിൽ ഇനി മേലാ ക്ഷണിക്കില്ലെന്ന്. കാരണം ഞാൻ 1-2 ഫംഗ്ഷന് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അതാണ് ആ ഭീഷണിയുടെ കാരണം. പിന്നെ കുറച്ച് സമയം വീടിനകത്ത് ചെലവഴിച്ചു. 2-3 പേരെ മുളച്ചിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. എന്നാലും രാജേഷിൻ്റെ പുതിയ വീട് എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊണ്ട് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ പേരിലും ഒരു 7300-ഓളം വരുന്ന മറ്റ് ബിലവേർഡ്സിൻ്റെ പേരിലും ഈ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് സമയം ചെലവഴിച്ച് അവരോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ബിലവേർഡ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.